ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന ബുക്കിലെ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് ആണ്. അത് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിനെ കുറിച്ചിട്ട് വളരെ ബ്രീഫായി മാത്രം പറയാം. അദ്ദേഹം ഒരു ആൻറ്റി കൊളോണിയൽ നാഷണലിസ്റ്റ് ആയിരുന്നു, അതുപോലെ സെക്യുലർ ഹ്യൂമാനിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ഓതർ കൂടിയായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർ കൂടിയായിരുന്നു. അദ്ദേഹം ആണ് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം 16 വർഷത്തോളം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് തുടർന്നു. അവസാനം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സയൻസ്, ടെക്നോളജി, പാർലമെൻ്ററി ഡെമോക്രസി, സെക്യുലറിസം ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്സ് ആണ് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഡോട്ടർ ആൻഡ് ഓട്ടോബയോഗ്രഫി എക്സ്ട്രാസ്. 1955 അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന. ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനാണ് പറയുന്നത്. നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ്സ് ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കുറേ മെമ്പേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ബോർഡാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബോർഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവതരിപ്പിച്ചത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വെച്ചിട്ടാണ്. ഈ ഒരു അസംബ്ലി നടന്നത് 1947 ജാനുവരി 22 ഈ ഒരു ദിവസമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവതരിപ്പിച്ചതും അത് നമ്മുടെ ഭരണഘടന അതാക്കി മാറ്റിയതും. അപ്പോൾ ആ ഒരു അസംബ്ലിയിൽ 299 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇന്ത്യൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നടക്കുന്നതിന് മുന്നേ നമ്മുടെ ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 30 ഒരു സ്പീച്ച് സംസാരിക്കുകയാണ്. ആ സ്പീച്ചിൻ്റെ പേരായിരുന്നു അല്ലെങ്കിൽ ടൈറ്റിലായിരുന്നു എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഈ ഒരു പേരിൽ അദ്ദേഹം ഒരു സ്പീച്ച് സംസാരിക്കുകയാണ്. അതിൽ നമ്മുടെ എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് വിഷൻസ് ഓഫ് ഇന്ത്യ, വരാൻ പോകുന്ന ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ അവിടുത്തെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരിക്കണം, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കണം, വിഷൻ എന്തായിരിക്കണം, കാഴ്ചപ്പാട്, തത്വങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്പീച്ചിൽ ഒരു 8 റെസൊല്യൂഷൻസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയെന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയണത്. ഇതിൽ ആദ്യത്തെ റെസൊല്യൂഷനാണ് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സോവറിയൻ റിപ്പബ്ലിക്, അതായത് ഇന്ത്യയെ ഒരു പരമാധികാരമായ ഒരു ജനാധിപത്യ ഭരണമുള്ള ഒരു രാജ്യമായി പ്രഖ്യാപിക്കുന്നു. അതായത് ഇന്ത്യനെ ഒരു സ്വതന്ത്ര രാഷ്ട്രവും അതുപോലെ തന്നെ പരമാധികാരവും ജനാധിപത്യ ഭരണവുമുള്ള ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ സോവറിയൻ ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക്. ഇനി രണ്ടാമത്തെ റെസൊല്യൂഷനിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്ക് ഓരോ ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി, അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് ഭരിച്ചിരുന്ന ഇന്ത്യൻ സ്ഥലങ്ങളും അതിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള, അതുപോലെ ഔട്ട്സൈഡ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ടെറിട്ടറി, അതായത് ബ്രിട്ടീഷേഴ്സ് ഭരിക്കാത്ത ഇന്ത്യ, അതേപോലെ കുറച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ഥലങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ. അങ്ങനെ 3 തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്, ബ്രിട്ടീഷുകാർ ഭരിക്കാത്ത നോൺ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, പിന്നെ അതുകൂടാണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് രണ്ടിലും പെടാണ്ടായി, അതായത് അതല്ലാണ്ട് കുറച്ച് സ്ഥലങ്ങളും എല്ലാം. ഇനി അങ്ങനെ 3-4 ടെറിട്ടറീസ് അങ്ങനെയൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്നതാണ് ഒരു യൂണിയനാണ്. അതായത് ഇന്ത്യയുടെ ഒരു യൂണിറ്റി.
ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു യൂണിയനാണ്, എല്ലാം കൂടി ചേർന്ന ഒന്നാണ്. അല്ലാണ്ട് ഇങ്ങനെ പലതരത്തിൽ ടെറിട്ടറീസ് തിരിച്ചിട്ടുള്ള സ്ഥലങ്ങളല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു യൂണിയനാണ്. അതാണ് രണ്ടാമത്തെ ഇതിൽ പറയുന്നത്, റെസൊല്യൂഷനിൽ പറയുന്നത്. ടെറിട്ടറീസ് ഒന്നും ഇല്ലാണ്ട് ഇന്ത്യയെ ഒരു യൂണിയൻ ആക്കിയെങ്കിലും ഇന്ത്യയുടെ താഴെ വരുന്ന സ്റ്റേറ്റ്സിനൊക്കെ എന്തുണ്ട്, അവർക്ക് അവരുടേതായ തരത്തിലുള്ള ഗവൺമെൻറ്റ്സ് ഉണ്ട്. ഒരു യൂണിയൻ ആണെങ്കിൽ പോലും സ്വയം ഭരണാവകാശം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റ്സിനും സ്വയം ഭരണാവകാശം കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ, പക്ഷെ ഓരോ സ്ഥലത്തും എന്താണ്, ഓരോ ഗവൺമെൻറ്റുകളാണ്, ഓരോ തരത്തിലുള്ള ഭരണങ്ങളാണ്, എല്ലാമാണ്. അപ്പോൾ അതാണ് നെഹ്റു ഉദ്ദേശിച്ചത്. ഇന്ത്യ ഒരു യൂണിയൻ ആക്കുകയാണ്, ഒരു യൂണിയൻ ആക്കുകയാണ്. പക്ഷെ ആ യൂണിയൻ്റെ ഉള്ളിൽ എന്താണ്, കുറേ സ്റ്റേറ്റ്സുകളുണ്ട്. ആ സ്റ്റേറ്റ്സുകൾ എന്താണ്, എല്ലാവരും ഒരാളേനെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല, ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഗവൺമെൻറ്റും ഓരോ തരത്തിലുള്ള ഗവൺമെൻറ്റ്സും അവരുടെ എന്താണ് റൈറ്റ്സും പവേഴ്സും എല്ലാം എന്താണ് വ്യത്യാസമായിരിക്കും എന്നാണ് തേർഡ് റെസൊല്യൂഷനിൽ പറയുന്നത്. ഇനി ഫോർത്ത് വണ്ണിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ പവേഴ്സും അതോറിറ്റീസും എല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്, ജനങ്ങൾക്കാണെന്ന്. അതായത് ഇന്ത്യയുടെ പവറും അതോറിറ്റീസും ഗവൺമെൻറ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കായിരിക്കും എന്നാണ് ഫോർത്ത് റെസൊല്യൂഷനിൽ പറയുന്നത്. ഇനി ഫിഫ്ത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇന്ത്യക്കാർക്കും സോഷ്യലി, എക്കണോമിക്കലി, അതുപോലെ പൊളിറ്റിക്കലി ഈ 3 തരത്തിലും ഇക്വാലിറ്റി ആയിരിക്കും. ഒരു ആൾക്കും മുകളിലോ താഴെയോ ഒന്നും ചെയ്യാണ്ട് എല്ലാവർക്കും ഇക്വാലിറ്റി ആയിരിക്കും. സോഷ്യൽ ഇക്വാലിറ്റി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഈ 3 തരത്തിലുള്ള ഇക്വാലിറ്റി കൊണ്ടുവരും. അതേപോലെ തന്നെ അവർക്ക് എന്താണ്, ഇക്വാലിറ്റി ഓഫ് പൊസിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കും പൊസിഷൻ എല്ലാറ്റിനും ഈക്വൽ ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിഫോർ എ ലോയുടെ മുന്നിലും നിയമത്തിന് മുന്നിലും എല്ലാവരും ഒരുപോലെയാണ്, ഈക്വൽ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. അതുപോലെ ബേസിക് ഫ്രീഡങ്ങൾ കൊടുക്കും എന്നും പറയുന്നുണ്ട്. ബേസിക് ഫ്രീഡം മീൻസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, ഇതിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും. ഇതാണ് അഞ്ചാമത്തെ റെസൊല്യൂഷനിൽ പറയുന്നത്. ടോട്ടലി ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ, എല്ലാ ഇന്ത്യക്കാർക്കും സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി, അതേപോലെ ഓപ്പർച്യൂണിറ്റി വൈസ്, പൊസിഷൻ വൈസ്, ബിഫോർ എ ലോ നിയമത്തിന് മുന്നിൽ, അതുപോലെ എല്ലാറ്റിനും എന്താണ്, ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. എല്ലാവർക്കും ഈക്വാലിറ്റി നടപ്പിലാക്കും എന്നതാണ് ഫിഫ്ത്ത് റെസൊല്യൂഷൻ വരുന്നത്. ഇനി സിക്സ്ത് റെസൊല്യൂഷനിൽ പറയുന്നത്, മൈനോറിറ്റീസ് പീപ്പിൾസ്, ബാക്ക്വേർഡ് ആയിട്ടുള്ള പീപ്പിൾസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ പുവറായ പീപ്പിൾസ്, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ എന്താണ്, കൂടുതൽ സംരക്ഷണം കൊടുക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഏറ്റവും പിന്നാക്ക വിഭാഗക്കാർക്കും, ട്രൈബൽസിന്, പിന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് ബാക്കിൽ നിൽക്കുന്നത്, അവർക്കൊക്കെ എന്താണ്, അവരൊക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യും, എല്ലാവർക്കും എന്താണ്, നന്നായി സംരക്ഷിക്കും എന്നുള്ളതാണ് സിക്സ്ത് റെസൊല്യൂഷനിൽ പറയുന്നത്. ഇനി സെവൻത്തിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ടെറിട്ടറീസിൽ മാത്രമല്ല, ഇന്ത്യയുടെ ലാൻഡിൽ വരുന്ന സ്ഥലങ്ങളിൽ, സീയിൽ വരുന്നത്, എയറിൽ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തായിരിക്കും, ഒരേ അധികാരമാണ് ഉണ്ടായിരിക്കുക. അതായത് ലാൻഡിൽ മാത്രമല്ല, അതായത് ടെറിട്ടറീസിൽ ഒരു യൂണിയൻ ആണെന്ന് പറഞ്ഞല്ലോ ഇന്ത്യ, അപ്പോൾ അതിൽ വരുന്ന ടെറിട്ടറീസിന് മാത്രമല്ല, ആ ഇന്ത്യയുടെ ലാൻഡ്, എയർ, അതുപോലെ സീ, ഈ 3 വിഭാഗങ്ങൾക്ക്, ആ 3 വിഭാഗത്തിലും എന്താണ്, ഇതേപോലെയുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഇതേപോലെയുള്ള എന്താണ്, എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ഒരിക്കലും ആ ഒരു ടെറിട്ടറീസിന് മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് സെവൻത്ത് റെസൊല്യൂഷനായി പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് എയ്ത്ത് റെസൊല്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ വേൾഡ് പീസിന് വേണ്ടിയിട്ടും അതുപോലെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യും, പ്രവർത്തിക്കും. വേൾഡ് പീസ് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമാധാനത്തിനും അതുപോലെ ദ വെൽബീയിങ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും, ഈ 2 കാര്യത്തിനും എന്ത് ചെയ്യും, നമ്മുടെ രാജ്യം വേണ്ടതെല്ലാം ചെയ്യും, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് 8ാമത്തെ റെസൊല്യൂഷനായി പറയുന്നത്. ഇതാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 8 റെസൊല്യൂഷൻസ്. ഇനി വരാൻ പോകുന്ന ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മുടെ നാഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ റൈറ്റ്സ് ആണ് ആൾക്കാരൊക്കെ കൊടുക്കാൻ പോകുന്നത്, ഒരു യൂണിയനായി പ്രവർത്തിക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഇതിൽ പറയണത്. ഈ റെസൊല്യൂഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതിൽ നെഹ്റു പറയുന്നുണ്ട്, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ റെസൊല്യൂഷൻസ് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഗ്രൗണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഈ
ഇതുണ്ടാക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കണം. അതിനുള്ള കമ്മിറ്റിയിൽ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യണം. ഇനിയാണ് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന വർക്കിൻ്റെ റിയൽ സ്റ്റെപ്പ് വരാൻ പോകുന്നത്. കാരണം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നല്ല ഷേപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇനിയാണ് നമ്മളൊരു റിയൽ സ്റ്റെപ്പ് എന്നുള്ള കാര്യം വരാൻ പോകുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് വെറും ഒരു വേർഡല്ല. അതിനെ റിട്ടൺ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇറ്റ് ഈസ് നോൺ ആസ് ദ നാഷൻസ് ഡ്രീം ആൻഡ് ആസ്പിറേഷൻ. അതുപോലെ തന്നെ എത്രയോ മില്യൺ ആൾക്കാർ നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളീ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു റെസൊല്യൂഷനായി എടുക്കാണ്ട് അതൊരു ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലഡ്ജ് പോലെ നമുക്ക് ഇത് ഉൾക്കൊള്ളാം. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇത് എത്രയോ കാലത്തെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും നല്ലൊരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയും അതിനൊരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എത്രയോ കാലങ്ങളായി നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ശേഷം അത് പാസ്സാക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന പോലെ വെറും കൈകൾ ഉയർത്തി പാസ്സാക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇതിനെ ഒരു പ്ലഡ്ജ് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എന്ത് ചെയ്യണം, പാസ്സാക്കി വിടണം എന്നുള്ളത് കൂടി പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇതിൽ 8 റെസൊല്യൂഷൻസ് ആണ് വരുന്നത്. ചെറുതായി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റെസൊല്യൂഷൻ പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ സോവറിയൻ ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക്, അതായത് ഒരു ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ്. സെക്കൻഡ് റെസൊല്യൂഷനിൽ പറയുന്നത് ഇന്ത്യ ഇനി മുതൽ ഒരു യൂണിയനായിട്ടാണ് പ്രവർത്തിക്കുക. അതായത് പണ്ട് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്, ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതുപോലെ ഔട്ട്സൈഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്, അങ്ങനെയൊക്കെ പല രീതിയിൽ വിഭജിച്ചിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല, ഒരു യൂണിയനായിട്ടാണ് പ്രവർത്തിക്കുക. തേർഡ് വൺ പറയണത് പല ടെറിട്ടറീസും എല്ലാം ഉണ്ട്, ഒരു യൂണിയനായിട്ടും ആണ് നടക്കുന്നതെങ്കിലും ഓരോ സ്റ്റേറ്റ്സിനും, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സിനും എന്താണ് അവരുടേതായ ഗവൺമെൻറ്റ്സും ഭരണരീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നാലാമത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പവർ ആൻഡ് അതോറിറ്റി ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്താണ് ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം, ഏതായിരിക്കണം എന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ജനങ്ങൾക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഫിഫ്ത്ത് വൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യൻസിനും ഇക്വാലിറ്റി കൊടുക്കുന്നുള്ളത്, സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി, അതുപോലെ തന്നെ പൊസിഷൻ വൈസ്, ഓപ്പർച്യൂണിറ്റി വൈസ്, അതുപോലെ ബിഫോർ ദ ലോ, അതുപോലെ ബേസിക് ഫ്രീഡംസ്, ഇതിനൊക്കെ എന്താണ് ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും എല്ലാ ഇന്ത്യക്കാർക്കെന്ന് പറയുന്നുണ്ട്. സിക്സ്ത് വണ്ണിൽ പറയുന്നുണ്ട് മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിൾസ്, പുവർ പീപ്പിൾസ്, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, ഇവരൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആക്കും, നന്നായി സംരക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. സെവൻത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടെറിട്ടറീസിലെ മാത്രമല്ല ലാൻഡ്, സീ, എയർ എന്നീ സ്ഥലങ്ങളിലെ എല്ലായിടത്തും എന്താണ് എല്ലാ അധികാരവും ഇന്ത്യക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് വൺ, 8th വൺ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് പീസിന് വേണ്ടിയിട്ടും വെൽബീയിങ് ഓഫ് ഹ്യൂമാനിറ്റി, ഈ രണ്ടെണ്ണത്തിനും വേണ്ടി നമ്മുടെ രാജ്യം നന്നായി പരിശ്രമിക്കും. അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, അതായത് വേൾഡ് പീസിനൊക്കെ വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിരിക്കും നമ്മളുടെ ഇന്ത്യ എന്നുള്ളത് പറയുകയാണ്. ലാസ്റ്റ് വരുന്ന ചെറിയ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരുടെ ഒരു ഡ്രീമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കണം, പാസ്സാക്കാണ്ട് അങ്ങനെ പല പല ജോലികൾ നടക്കുന്നുണ്ട്. ഇതൊരു റെസൊല്യൂഷനായി മാത്രം കാണാണ്ട് ഡിക്ലറേഷനായി എടുക്കണം, ഒരു പ്ലഡ്ജ് പോലെ എടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഇതും പാസ്സാക്കുന്നത് പോലെ വെറുതെ കൈകൾ ഉയർത്തി പാസ്സാക്കിയ പോരാ, ഒരു പ്ലഡ്ജ് പോലെ വേണം ഇതെടുക്കാൻ എന്നാണ് ഈ ഒരു ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടും സിമ്പിളായിട്ടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ.